ഇസ്രായേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വയനാട് കോളിയാട് സ്വദേശി ജിനീഷിന്റെ ഭാര്യ രേഷ്മയുടെ ആത്മഹത്യയിൽ ബ്ലേഡ് മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. ബ്ലേഡ് മാഫിയ സംഘം ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് രേഷ്മ സുൽത്താൻ ബത്തേരി പോലീസിന് നൽകിയ പരാതി അടക്കം ചൂണ്ടിക്കാണിച്ചാണ് കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ മരണത്തിൽ ചില ദുരൂഹതകൾ ബാക്കിയാകുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ 30-നാണ് രേഷ്മയെ ബത്തേരി കോളിയാടിയിലെ വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയുടെ കാരണം ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെന്ന് ആരോപിക്കുകയാണ് ബന്ധുക്കൾ. കോവിഡ് കാലത്ത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഭർത്താവ് ജിനേഷ് ബീനാച്ചി പഴുപ്പത്തൂർ സ്വദേശികളിൽ നിന്ന് 20 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. ഇത് വിവിധ ഘട്ടങ്ങളായി പലിശ സഹിതം തിരിച്ചു നൽകിയെന്ന് വ്യക്തമാക്കുന്ന ജിനേഷിന്റെ പരാതിയുടെ പകർപ്പും രേഷ്മയുടെ പരാതിയുടെ പകർപ്പും കുടുംബം പുറത്തുവിട്ടു. അന്ന് നൽകിയ ബ്ലാങ്ക് ചെക്കുകളും മുദ്രപത്രങ്ങളും വ്യാജരേഖകളും ഉപയോഗിച്ച് ജിനേഷിന്റെ വീടും സ്ഥലവും തട്ടിയെടുത്തതിൽ മനംനൊന്താണ് രേഷ്മയുടെ ആത്മഹത്യ എന്നാണ് ആരോപണം. കടബാധ്യതയെ തുടർന്ന് ജിനേഷ് ഇസ്രായേലിലേക്ക് പോകും മുമ്പ് ഈ സംഘം തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായും പരാതിയുണ്ട്. 6 മാസം മുമ്പാണ് ഇസ്രായേൽ വെച്ച് ജിനേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ജിനേഷിന്റെ മരണശേഷം ഇതേ സംഘം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതായും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും രേഷ്മ ബത്തേരി പോലീസിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് പരാതി നൽകിയിട്ടുണ്ട്. ഭർത്താവ് ഒപ്പിട്ട് നൽകിയ രേഖകൾ തിരികെ ലഭിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി. അവർ ഭീഷണിപ്പെടുത്തി കോടതിയിൽ നിന്ന് ഇത് വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ മോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. നല്ലോണം അടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മോനെ നല്ലോണം അടിച്ചിട്ടുണ്ട്. രേഷ്മേനെയും കൂടെ ഒരു പ്രാവശ്യം രേഷ്മയും കൂടെ കൂട്ടിപ്പോയിട്ടുണ്ട്. രേഷ്മയും ജിനുവിനെ പുറകിലിരുത്തി രേഷ്മനെ നടുക്ക് സീറ്റിലിരുത്തിയിട്ട് അടിച്ചു എന്ന് പറഞ്ഞു. രേഷ്മ എന്നിട്ട് വണ്ടിയിൽ നിന്ന് ചാടാൻ തുടങ്ങുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നു. അത് അന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവസാനമാണ് ഇവർ പിടിച്ചുകൊണ്ടുപോയി അടിച്ചു എന്ന് പറഞ്ഞത്. അത് എന്നോട് പറഞ്ഞതാണ് എൻ്റെ മോൻ. മമ്മി മധു മനുവേട്ടനൊക്കെ കുറേ പേരുണ്ടായിരുന്നു, 3-4 ആളുണ്ടായിരുന്നു. പിടിച്ചുകൊണ്ട് അതിനെ റൂമിലിട്ടു, അടിച്ചു, ഇങ്ങനെ എല്ലാ കടലാസിലും ഒപ്പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരിനി എന്തും ചെയ്യുന്നു. അത് നമുക്ക് വീട് വിട്ടുകൊടുക്കരുത്. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവൻ അവിടെ പോയ സാലറിയൊക്കെ കൂടുതൽ കിട്ടും അങ്ങനെ പോയത്. ജിനേഷ് പരാതി കൊടുത്ത അതേ ആവശ്യങ്ങളാണ്. 4 ചെക്ക് മുദ്ര പേപ്പർ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ എന്തെങ്കിലും എഴുതിയെടുക്കാൻ സാധ്യതയുണ്ട്. ബലമായിട്ട് എൻ്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ എഴുതി മേടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ അവൾ ആദ്യ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് അവളെ മാനസികമായിട്ട് അത് ഭർത്താവിൻ്റെ ഇതും ഇവരുടെ ഇതും എല്ലാം കൊണ്ടും അവളെ അങ്ങനെ ചെയ്ത് ഇവരുടെ കാര്യം വ്യക്തമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ പല വീടുകളും ഇവർ കാരണം ഇതായിട്ടുണ്ട്. ഇവർക്ക് മെയിനായിട്ട് നോട്ടം മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് സ്ഥലമാണ്. വ്യാജരേഖകൾ ചമച്ച് സ്വത്ത് തട്ടിയെടുത്തുവെന്നും മകളുടെ മരണകാരണം ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണിയെന്നും ചൂണ്ടിക്കാട്ടി രേഷ്മയുടെയും ജിനേഷിന്റെയും ബന്ധുക്കൾ നൽകിയ പരാതി ബത്തേരി പോലീസ് നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട്. എന്നാൽ ഈ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തത് ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഉന്നത ബന്ധങ്ങളെന്ന ആക്ഷേപവും ശക്തമാണ്. 24 വയനാട്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ബ്ലേഡ് മാഫിയയുടെ സ്വാധീനം കേരളത്തിലെ ജില്ലകളിലൊക്കെ തന്നെ വളരെ കൂടി വരുന്നു. അതിലൊരു ജില്ലയാണ് വയനാട്. അവരുടെ ചില ഓഡിയോ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഭീഷണികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖരൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ ഈ കാര്യം കൊണ്ടുവരികയാണ്. സാധാരണ ജനങ്ങൾക്ക് കടം കയറി മുടിഞ്ഞ ചില ജനങ്ങൾക്ക് അവർക്ക് ജീവിതം പൊറുതിമുട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ബ്ലേഡ് മാഫിയ. ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ കുബേര എന്നൊരു സംവിധാനം നടപ്പിലാക്കിയും ബ്ലേഡ് മാഫിയയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. പിന്നീട് കുബേര അപ്രത്യക്ഷമായി പല കാരണങ്ങൾ കൊണ്ട്. കുബേര പോലെയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ വേണം. കടം മനുഷ്യനുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അവരുടെ ജീവിതം പോലും അവസാനിപ്പിക്കുന്ന രീതിയിൽ ഈ കടം കൊടുത്ത ആളുകൾ സമ്മർദ്ദങ്ങൾ പ്രയോഗിക്കുന്നത് നമുക്ക് നീതീകരിക്കാൻ കഴിയില്ല. ഈ ബ്ലേഡ് മാഫിയയെ പോലീസ് സംവിധാനം കൊണ്ട് ചെറുത്ത് തോൽപ്പിച്ചേ മതിയാകൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.